ഹേ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് നമ്മൾ MBA എൻട്രൻസ് എക്സാംസിനെ പറ്റിയിട്ട് സംസാരിക്കുകയുണ്ടായി. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ MBAക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട കുറച്ച് സ്കില്ലുകളെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. MBA സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ ആളുകൾ UG കഴിഞ്ഞു ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ UG കഴിഞ്ഞു കുറച്ചുകൂടെ നല്ല സാലറി ഉള്ള ജോലി കിട്ടണം, അപ്പോൾ ഒരു PG ചെയ്യാം, ഏതാണ് അതിനുള്ള ഓപ്ഷനൊക്കെ MBA പോവാം, അങ്ങനെ ഒരു പാറ്റേൺ ആണ് നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റുന്നത്. പക്ഷേ ശരിക്കും MBA എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കരിയർ അഡ്വാൻസ്മെൻറ്റ് പ്രോഗ്രാമാണ്. അതായത് നിങ്ങൾക്ക് ഓൾറെഡി കുറച്ച് നാളത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉണ്ട്, അവിടുന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു നല്ലൊരു പ്രൊമോഷൻ വേണം, നല്ലൊരു സാലറിയിലേക്ക് പോകണം എന്നൊക്കെയുള്ളൊരു ആവശ്യം വരുമ്പോഴാണ് കൂടുതലായി നമ്മൾ MBA പ്രിഫർ ചെയ്യുന്നത്. കാരണം നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ടോപ്പ് B സ്കൂൾസ് ആണെങ്കിലും വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് മുൻഗണന കൊടുക്കാനുള്ളൊരു കാരണം ഇതാണ്. സോ ഹാവിങ് സെഡ് ദാറ്റ്, നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ MBAക്ക് ചേരുന്നതിന് മുമ്പേ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അത് നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, MBAക്ക് ചേർന്നതിന് ശേഷമുള്ള അക്കാദമിക് ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, അതേപോലെ ഇൻറ്റേൺഷിപ്പ്, പ്ലേസ്മെൻറ്റ്, കോമ്പറ്റീഷൻ തുടങ്ങിയ കാര്യങ്ങളായിക്കോട്ടെ, ഇനി ഈവൻ നിങ്ങളുടെ MBA സെലക്ഷൻ ഇൻ്റർവ്യൂ ആയിക്കോട്ടെ, ഇതിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേതാണ് പ്രസൻറ്റേഷൻ സ്കിൽ ആൻഡ് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ടൂൾസ്. കാരണം നിങ്ങൾ MBAക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മോസ്റ്റ് ഓഫ് ദ അസൈൻമെൻറ്റ്സ് വരുന്നത് പ്രസൻറ്റേഷൻ റിലേറ്റഡ് ടാസ്കുകളായിരിക്കും. അപ്പോൾ നിങ്ങൾക്കിത് MS പവർ പോയിൻ്റ് ആവാം, അല്ലെങ്കിൽ ക്യാൻവ ആവാം, അല്ലെങ്കിൽ ഗൂഗിൾ സ്ലൈഡ്സ് ആവാം, അല്ലെങ്കിൽ അതുപോലെ പ്രസി ആവാം. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ടൂൾസിൽ നിങ്ങൾക്കൊരു എക്സ്പോഷർ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. അതിപ്പോൾ ക്ലാസ് ആക്ടിവിറ്റിക്ക് മാത്രമല്ല, നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു കോമ്പറ്റീഷന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 10 മിനിറ്റ് സമയം തരുന്നുണ്ടായിരിക്കും, ആൻഡ് ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും. ആ ടോപ്പിക്ക് നിങ്ങൾ റിസർച്ച് ചെയ്ത് അതിൽ സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്ത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഒരു ടാസ്ക് ആയിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ടൂൾസിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു എക്സ്പോഷർ ഉണ്ടായിരിക്കുന്നത് ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ കൂടെ റിലേറ്റ് ചെയ്ത് വരുന്ന രണ്ടാമത്തെ ഒരു സ്കില്ലാണ് സ്റ്റോറി ടെല്ലിംഗ്. കാരണം നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസിനത് അവരുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം. പിന്നെ അവരുടെ അറ്റൻഷൻ കിട്ടാനും ഈ സ്റ്റോറി ടെല്ലിംഗ് വളരെയധികം ഉപകരിക്കും. അടുത്തതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അതിൽ വെർബൽ വരും, റിട്ടൺ വരും. നിങ്ങൾ നിങ്ങളുടെ അക്കാദമിക്സിൻ്റെ ഭാഗമായിട്ടായിക്കോട്ടെ, ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായിട്ടായിക്കോട്ടെ, അതേപോലെ പ്ലേസ്മെൻറ്റ് ഭാഗമായിട്ടായിക്കോട്ടെ, നിങ്ങൾ കുറേ അധികം ഇമെയിൽസ് ഫ്രെയിം ചെയ്യേണ്ടി വരും, സെൻഡ് ചെയ്യേണ്ടി വരും, അതേപോലെ പല ആളുകളുമായിട്ടും കണക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ എല്ലാം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതൊക്കെ മാറ്റർ ചെയ്യും. അതാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ വരിക. അടുത്തതാണ് വർക്കിംഗ് ഇൻ എ ടീം. നിങ്ങളുടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ ആക്ടിവിറ്റീസും ടീം ബേസ്ഡ് ആയിരിക്കും വരിക. ഇൻഡിവിജ്വൽ അസൈൻമെൻറ്റ്സ് ഉണ്ടെങ്കിലും കൂടുതലും ടീം ബേസ്ഡ് ആയിരിക്കും വരിക. അതേപോലെ നിങ്ങളൊരു കോമ്പറ്റീഷന് പോയി കഴിയുമ്പോഴും ടീം ബേസ്ഡ് കോമ്പറ്റീഷൻസ് ആണ് കൂടുതലായി ഉള്ളത്. അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ഒരു ഡിസഗ്രിമെൻറ്റ് എങ്ങനെ നിങ്ങൾ അറിയിക്കുന്നു, അതേപോലെ മോട്ടിവേറ്റഡ് അല്ലാത്ത ഒരു നിങ്ങളുടെ ടീമിലുള്ള ഒരാളെ എങ്ങനെ നിങ്ങൾ എൻകറേജ് ചെയ്യുന്നു, അതുപോലെ എങ്ങനെ നിങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നു, ഇതൊക്കെ ഒരു ടീം വർക്കിൻ്റെ ഭാഗമായിട്ട് വരും. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് കിട്ടി, ഒരു 50 പേരുടെ അടുക്കൽ ചെന്നൊരു സർവേ എടുക്കണം. അപ്പോൾ നിങ്ങളുടെ ടീമിൽ 5 പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണേൽ ഡിസൈഡ് ചെയ്യാം, ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ പോരെ, ആകെ 50 പേരിലുള്ളൂ, അവരോട് ചെന്ന് ചോദിച്ചത് ഡീറ്റെയിൽസ് എടുത്താൽ പോരെ, അത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേങ്കിൽ അവിടെ നിങ്ങൾ ടീം വർക്ക് ആണോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അല്ല. നിങ്ങളുടെ ബാക്കി 4 പേരുണ്ട്, അവരെ നിങ്ങൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ നിങ്ങൾ എങ്ങനെ ഇതിലോട്ട് എൻകറേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു ബെറ്റർ വേ അറിയാമെങ്കിൽ അത് നിങ്ങളെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ മാറ്റർ ചെയ്യുന്നത്. അവിടെയാണ് നമുക്ക് ഈ ടീം വർക്ക് ആൻഡ് ലീഡർഷിപ്പ് സ്കിൽസ് യൂസ്ഫുൾ ആവുക. അടുത്തതാണ് മൈക്രോസോഫ്റ്റ് എക്സൽ, അഥവാ നിങ്ങൾ സ്പ്രെഡ്ഷീറ്റ് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത്. ഇത് പല കോളേജസിലും അവർ കോംപ്ലിമെൻ്ററി കോഴ്സായിട്ട് എക്സൽ, അതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഇല്ല എങ്കിൽ കൂടി, അങ്ങനെ ഒരു കോഴ്സ് തരുന്നില്ല എങ്കിൽ കൂടി, നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലായിക്കോട്ടെ അതിൻ്റെ കുറച്ച് ബേസിക് തിങ്സ്, അതായത് ഒരു ഷീറ്റിൽ നിന്ന് മറ്റൊരു ഷീറ്റിലേക്ക് കാര്യങ്ങൾ എങ്ങനെ കോപ്പി ചെയ്യാം, അതേപോലെ എങ്ങനെ പല റോസ് കോളംസ് ആഡ് ചെയ്യാം, റിമൂവ് ചെയ്യാം, അതേപോലെ ഒരു സെറ്റ് ഓഫ് ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ്സ് റിമൂവ് ചെയ്യാം, എങ്ങനെ രണ്ട് ഷീറ്റിലുള്ള വാല്യൂസിൽ നിന്ന് യുണീക്ക് വാല്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യാം, അതായത് VLOOKUP ഫംഗ്ഷൻ, അതേപോലെ എങ്ങനെ നിങ്ങൾക്ക് ഫിൽറ്റർ അപ്ലൈ ചെയ്ത് ഒരു കോളത്തിലുള്ള കാര്യങ്ങൾ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിലാക്കാം, എങ്ങനെ നിങ്ങൾക്ക് എക്സലിൽ നിന്ന് ഒരുപാട് ഡേറ്റയുള്ള ഒരു എക്സലിൽ നിന്ന് പർട്ടിക്കുലർ കാര്യം കണ്ടുപിടിക്കാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് വരുന്നതാണ് റിപ്പോർട്ട് മേക്കിംഗ്. നിങ്ങളിപ്പോൾ ഒരു അസൈൻമെൻറ്റ് ചെയ്തോട്ടെ, ഇൻറ്റേൺഷിപ്പ് ചെയ്തോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ചെയ്തോട്ടെ, ഈ അവസാനം നിങ്ങൾ അതിനൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ബേസിക്കലി ഒരു റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടുന്നത് അതിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ ക്യാൻവ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ ഡോക്യുമെൻ്റ് ആവാം, അല്ലെങ്കിൽ വേഡ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേറെ ഏത് ടൂൾ വേണമെങ്കിലും അതിനുവേണ്ടി യൂസ് ചെയ്യാം. പക്ഷേങ്കിൽ ബേസിക് ആയിട്ടുള്ള എങ്ങനെ പേജ് നമ്പർ ഇടാം, എങ്ങനെ മാർജിൻ ഇടാം, എങ്ങനെ ഫോണ്ട് സെലക്ട് ചെയ്യാം, എങ്ങനെ പല ഫോണ്ടിലാണ് കിടക്കുന്നതെങ്കിൽ എങ്ങനെ അതെല്ലാം ഒരേ ഫോണ്ടിലാക്കാം, എങ്ങനെ 2 ലൈനിനിടയിലുള്ള ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ കുറയ്ക്കാം, എങ്ങനെ നിങ്ങൾക്ക് ബുള്ളറ്റ് പോയിൻറ്റ്സ് ആഡ് ചെയ്യാം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ട്. അടുത്തതാണ്
നെറ്റ്വർക്കിംഗ് സ്കിൽ അവിടെ അസോസിയേറ്റ് വരുന്ന ഒരെണ്ണമാണ് ലിങ്ക്ഡിൻ ആൻഡ് ലിങ്ക്ഡിൻ അക്കൗണ്ടും അതിലുള്ളൊരു എക്സ്പോഷർ ലിങ്ക്ഡിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിക്രൂട്ടേഴ്സായിട്ട് കണക്ട് ചെയ്യാം. അത് നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പ്, പ്ലേസ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ ആ കോളേജിൽ നിന്ന് നിങ്ങൾ ചേരാൻ ഉദ്ദേശിക്കുന്ന കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളുമായിട്ട് കണക്ട് ചെയ്യാം. അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അങ്ങനെ ബേസിക്കലി നിങ്ങൾ ആളുകളുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു, നിങ്ങളൊരു കോമ്പറ്റീഷന് പോകുമ്പോഴായിക്കോട്ടെ ആളുകളുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു, അവരുമായിട്ട് ആ ബന്ധം എങ്ങനെ നിലനിർത്തുന്നു, അതുപോലെ നിങ്ങൾ എങ്ങനെ ഈ ലിങ്ക്ഡിൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ നെറ്റ്വർക്കിങ്ങിൽ വരിക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത വരുന്ന സ്കില്ലാണ് ടൈം മാനേജ്മെൻറ്റ്. നിങ്ങളിപ്പോൾ MBAക്ക് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ദെയർ വിൽ ബി n നമ്പർ ഓഫ് ടാസ്ക്. നിങ്ങൾക്ക് ഒരുപാട്, ഒരു സൈഡിൽ കൂടെ അസൈൻമെൻറ്റ് കാണും, ഒരു സൈഡിൽ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടേതായുള്ള ഓൺ നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും, ഒരു സൈഡിൽ കൂടെ നിങ്ങൾ പാർട്ട് ടൈമായിട്ട് ഇൻറ്റേൺഷിപ്പോ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവാം, ഒരു സൈഡിൽ കൂടെ നിങ്ങൾക്ക് ഫണ്ടിന് ടൈം കണ്ടെത്തണം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ടാസ്ക് വരുമ്പോൾ നിങ്ങൾ ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നു, എങ്ങനെ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നു, എങ്ങനെ നിങ്ങളൊരു ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോകുന്നു എന്നൊക്കെ ഉള്ളതാണ് ഈ ടൈം മാനേജ്മെൻറ്റിൽ വരിക. അടുത്താണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ പറ്റിയുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. എസ്പെഷ്യലി നിങ്ങൾ ഒരു നോൺ ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് MBA ചെയ്യാൻ പോകുന്നതെങ്കിൽ, സേ നിങ്ങൾ BCOMോ BBA ഒന്നും അല്ല പഠിച്ചിരിക്കുന്നത്, ഒരു BTech എഞ്ചിനീയർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സയൻസ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ പറ്റി വലിയ ധാരണ ഉണ്ടാവില്ല. ഈവൻ ദോ നിങ്ങൾക്കൊരു ഫസ്റ്റ് സെമസ്റ്ററിൽ ഒരു കോഴ്സ് ഉണ്ടാവുമെങ്കിലും അത് കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ജേണൽ എന്താണ്, ലെഡ്ജർ എന്താണ്, ബാലൻസ് ഷീറ്റ് എന്താണ്, അതേപോലെ ക്യാഷ് ഫ്ലോ എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റി ജസ്റ്റ് ജനറലായിട്ടൊരു അവയർനെസ്സും അതേപോലെ ഇതിനൊക്കെ ഓരോ എക്സാമ്പിൾ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അടുത്തതാണ് കേസ് അനാലിസിസ് ആൻഡ് കേസ് സോൾവിങ്. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സുകളിൽ എല്ലാ സബ്ജക്റ്റിനും നിങ്ങൾക്ക് കേസ് സ്റ്റഡീസ് തരുന്നുണ്ടാവും. അപ്പോൾ ഈ കേസ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ഐഡിയലി അതൊരു 30 പേജിന് മുകളിൽ വരും. അപ്പോൾ ചില കേസ് സ്റ്റഡീസ് ഒരു പേജിൽ തന്നെ 2 സൈഡിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പം എഫക്റ്റീവ്ലി അതൊരു 60 പേജിനൊക്കെ മേലെ വരും. അപ്പം ഈ കേസ് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അതിൽ നിന്ന് എങ്ങനെ ആ പ്രോബ്ലം സോൾവ് ചെയ്തെന്ന് മനസ്സിലാക്കുന്നു, നിങ്ങൾക്കുള്ള കീ ടേക്ക് അവേസ് എന്താണെന്ന് മനസ്സിലാക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതെങ്ങനെ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കേസ് സ്റ്റഡി അനാലിസിസിൽ വരിക. ഇതിപ്പം നിങ്ങളുടെ ക്ലാസ് റൂമിൽ മാത്രമല്ല, പല കോമ്പറ്റീഷനും അതേപോലെ പല പ്ലേസ്മെൻറ്റിൻ്റെ റൗണ്ട്സിലും ഈ കേസ് സ്റ്റഡി അനാലിസിസ് വരുന്നുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്തൊരു സ്കില്ല് വരിക. ഓക്കെ, അത് കഴിഞ്ഞ് വരുന്ന സ്കില്ലാണ് ബേസിക് മാത്തമാറ്റിക്സ്. എസ്പെഷ്യലി നിങ്ങൾ അനാലിറ്റിക്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ ബേസിക് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മീൻ, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതേപോലെ പ്രോബബിലിറ്റി, പിന്നെ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ y = mx+c, ഇങ്ങനെ കുറച്ച് ബേസിക് മാത്തമാറ്റിക്സ് അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുന്നത് വളരെ യൂസ്ഫുള്ളാണ്. ഇതിത്രയുമാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അടുത്ത 2 പോയിൻറ്റ്സ് ഒരു ബോണസ് പോയിൻറ്റ്സ് ആണ്. സോ അതിൽ ഞാൻ ഫസ്റ്റ് കുറച്ച് AI ടൂൾസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അത് കഴിഞ്ഞിട്ട് മറ്റൊരു പോയിൻ്റ് കൂടെ ഉണ്ട്. അപ്പോൾ AI ടൂൾസിൽ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും, അല്ലാത്തവർക്ക് വേണ്ടി പറയുന്നതാണിത്. ChatGPT, ഗൂഗിൾ ജെമിനി, അതേപോലെ മൈക്രോസോഫ്റ്റ് കോപൈലറ്റ്, അങ്ങനെയുള്ള ലാംഗ്വേജ് മോഡൽസ് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും. അതിപ്പോൾ ഒരു പക്ഷേങ്കിൽ ഒരു അസൈൻമെൻറ്റ് ചെയ്യാനായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാനായിക്കോട്ടെ. അതേപോലെ അടുത്തൊരു ടൂളാണ് ക്വിൽബോട്ട്. അത് നിങ്ങൾക്ക് ഗ്രാമർ ചെക്ക് ചെയ്യാൻ പറ്റും, പാരാഫ്രൈസ് ചെയ്യാൻ പറ്റും. സേ നിങ്ങളൊരു അസൈൻമെൻറ്റ് ഒരു പാരഗ്രാഫ് എഴുതി, അത് കുറച്ചുകൂടെ ഒന്ന് പ്രസൻറ്റബിൾ ആക്കണം, കുറച്ചുകൂടെ ഒന്ന് അട്രാക്റ്റീവ് ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വിൽബോട്ട് യൂസ് ചെയ്തിട്ട് അത് പാരാഫ്രൈസ് ചെയ്യാം. അതേപോലെ അതിൻ്റെ അത് സമ്മറൈസർ ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ വലിയൊരു ലോങ് പാരഗ്രാഫ് ഉണ്ട്, പക്ഷേ അത് നിങ്ങൾക്ക് ഒന്ന് ചെറുതാക്കണം, അപ്പോൾ നിങ്ങൾക്ക് സമ്മറൈസ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത് കഴിഞ്ഞ് വരുന്നതാണ് ChatPDF. നിങ്ങൾക്ക് ലോങ് ഒരു PDF ഫയൽ കിട്ടി, ഇതിപ്പോൾ അതിപ്പോൾ ഒരു കേസ് സ്റ്റഡി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു ഭാഗമായിക്കോട്ടെ. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചൊന്ന് ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ChatPDF യൂസ് ചെയ്യാം. അതായത് ആ PDF ഫയൽ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അതിനനുസരിച്ച് നിങ്ങൾക്ക് ആൻസർ കിട്ടും. പിന്നെ അടുത്തത് വരുന്നതാണ് PDF കൺവേർട്ടർ, PDF മെർജർ, PDF സ്പ്ലിറ്റർ, അതേപോലെ ഇമേജ് ടു ടെക്സ്റ്റ് കൺവേർട്ടർ. നിങ്ങൾക്കൊരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫോട്ടോ ആണുള്ളത് നിങ്ങളുടെ കയ്യിൽ, അപ്പോൾ നിങ്ങൾക്കതൊരു വേർഡിലോട്ടാക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇമേജ് ടു ടെക്സ്റ്റ് കൺവേർട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ടെക്സ്റ്റ് നിങ്ങൾക്ക് കോപ്പി ചെയ്തൊരു വേർഡ് ഫയലാക്കാം. അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് AI ടൂൾസിനെ പറ്റി, അതായത് ഇതെല്ലാം നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഫാസ്റ്റർ ആക്കുന്ന, അതേപോലെ കുറച്ച് നല്ല റിസൾട്ട് തരാൻ സഹായിക്കുന്ന കുറച്ച് ആപ്ലിക്കേഷൻസാണ്. അപ്പോൾ ഇതിനെയൊക്കെ പറ്റി ജസ്റ്റ് ജനറലായിട്ടൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ലാസ്റ്റിലുള്ളൊരു ബോണസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ക്ലാസ്സിൽ ഓപ്പറേഷൻസ്, ഒരു ക്ലാസ്സിൽ മാർക്കറ്റിംഗ്, അടുത്തൊരു ക്ലാസ്സിൽ HR, പിന്നെ അടുത്തൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു റിലേഷനും ഇല്ലല്ലോ എന്ന് തോന്നുന്ന കോർപ്പറേറ്റ് എത്തിക്സ് ആൻഡ് ഗവേണൻസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. ഇങ്ങനെ നിങ്ങൾ കാര്യങ്ങൾ പഠിക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് ഞാൻ മാർക്കറ്റിംഗ് പഠിക്കാനാണ് ഇവിടെ വന്നത്, ഞാൻ എന്തിന് മറ്റ് സബ്ജക്റ്റ് പഠിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാവാതെ ഇതിനെയൊക്കെ കണക്ട് ചെയ്യുക. ഇതൊക്കെ ഈ ഡോട്ട്സ് ഒക്കെ നിങ്ങൾ കണക്ട് ചെയ്യുക, നിങ്ങളൊരു ബിഗർ പിക്ചർ കാണുക എന്നുള്ളതാണ് ഇതിൽ വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം. കാരണം ഒരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ, ഒരു ബിസിനസ് എടുത്തു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഓപ്പറേഷൻസ്, ഫിനാൻസ്, മാർക്കറ്റിംഗ്, HR, ഇതെല്ലാം അതിൻ്റെ ഒരു മേജർ പില്ലേഴ്സാണ്. അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ല. ഇപ്പോൾ സെയിൽസ് ടീം ഉണ്ടെങ്കിൽ മാത്രമാണ് റവന്യൂ വരികയുള്ളൂ. അതേപോലെ ഓപ്പറേഷൻസ് ടീം നല്ല രീതിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതേപോലെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നടന്നു പോകുന്നതും. അതുപോലെ ഇവരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ, നല്ല ടാലൻ്റ് ഉള്ള ആളുകളെ ഹയർ ചെയ്യാനും നമുക്ക് HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഇങ്ങനെ
ഇങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും കറക്റ്റായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഒരു ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്യാൻ പറ്റൂ. അപ്പം നിങ്ങൾ ഈ പഠിക്കുന്നതെല്ലാം കൂടി ഒരു ബിഗർ പിക്ചറിൽ കാണാനുള്ളൊരു ഒരു ബേസിക് നോളജ് നിങ്ങൾ, അല്ലെങ്കിൽ അതിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കമ്പനിയെ പറ്റി എങ്ങനെയാണ് ഒരു കമ്പനി വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ധാരണയുണ്ടാവും. അതാണ് ലാസ്റ്റിലത്തെ കാര്യം. ബിഫോർ വൈൻഡിങ് അപ്പ് നമുക്ക് ഈ പറഞ്ഞ സ്കില്ലുകളെല്ലാം ഒന്നുകൂടെ നോക്കാം. ഫസ്റ്റ് വൺ പ്രസൻറ്റേഷൻ സ്കിൽ, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ടൂൾസ്. സെക്കൻഡ് വൺ സ്റ്റോറി ടെല്ലിംഗ്. തേർഡ് വൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ഫോർത്ത് വൺ വർക്കിംഗ് ഇൻ എ ടീം. ഫിഫ്ത്ത് വൺ മൈക്രോസോഫ്റ്റ് എക്സൽ. ദെൻ വേർഡ്, നെറ്റ്വർക്കിംഗ് ആൻഡ് ഹാവിങ് എ സ്ട്രോങ് പ്രസൻസ് ഇൻ ലിങ്ക്. അടുത്താണ് ടൈം മാനേജ്മെൻറ്റ്. അത് കഴിഞ്ഞ് വരുന്നതാണ് കേസ് അനാലിസിസ്. ദെൻ ബേസിക് മാത്തമാറ്റിക്സ്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് കുറച്ച് AI ടൂൾസ്, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് AI ടൂൾസ് പഠിച്ചു വെക്കുക. അതിനുശേഷം വരുന്നതാണ് ഹാവിങ് എ ബിഗ് പിക്ചർ ഇൻ മൈൻഡ്. സോ വിത്ത് ദിസ് വിൽ വൈൻഡ് അപ്പ് ദിസ് വീഡിയോ. അതുവരേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. അതേപോലെ നിങ്ങൾ ഏതെങ്കിലും ഇപ്പം ഇതൊക്കെ എവിടുന്ന് പഠിക്കും എന്നുള്ള റിസോഴ്സസ് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബ്ലോഗ്സും ഈ ഓരോ ടോപ്പിക്കിന് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അതുവഴി നിങ്ങൾക്ക് പഠിക്കാം. ഇനി നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഒരെണ്ണം കിട്ടിയില്ല എങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. സോ അതുവരേക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.